ഫിലിപ്പിയൻ ലേഖനം 4-ാം 14-ാമത്തെ വചനം. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയർ നൽകിയ സാമ്പത്തിക നന്മയ്ക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുന്ന ഒരു ലേഖനമാണ് ഫിലിപ്പിയൻ ലേഖനം. അതിൽ പറയുന്ന ചില പദങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കഷ്ടതയിലുള്ള കൂട്ടായ്മ, അത് ആവശ്യത്തിലുള്ളതായിരുന്നു എന്നുള്ളതാണ് ആ ഒരു പ്രസ്താവനയുടെ അർത്ഥം. നമ്മുടെ ആവശ്യങ്ങളിൽ ഒരാൾ കൂട്ടായ്മ കാണിക്കുക, സാമ്പത്തിക നന്മ ചെയ്യുക, നമ്മളത് കഷ്ടതയിലുള്ള കൂട്ടായ്മയായി പരിഗണിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്, അത് അറിഞ്ഞു നൽകുന്ന ഒരു കൂട്ടായ്മയാണ്. കാരണം നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കി നാം പറയാതെ തന്നെ നാം അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നമുക്ക് നൽകുന്നതാണ് കഷ്ടതയിലുള്ള കൂട്ടായ്മ മധുരകരമായി മാറുന്നത്. 3, അതൊരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. നമ്മൾ മനുഷ്യരോട് നമ്മുടെ ആവശ്യങ്ങൾ പറയാറില്ലാത്തത് കൊണ്ട് ദൈവത്തോട് നമ്മൾ പറയുമ്പോൾ ദൈവം ചില മനുഷ്യരിലൂടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് കഷ്ടതയിലുള്ള കൂട്ടായ്മയായി നമുക്ക് പരിഗണിക്കാം. കർത്താവിൻ്റെ ആ വലിയ ദാനമാണ് നമുക്ക് ലഭിക്കുന്നതെന്നോർത്ത് കർത്താവിനോട് ഹൃദയംഗമമായി നമുക്ക് നന്ദി പറയാം.